ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി കൊണ്ട് എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുക. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള തക്കാളി വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിന് നമുക്ക് ഞാൻ തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 സവോള എടുത്തിട്ടുണ്ട്. വലുതാണ് 1 സവോള മതി. നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താലോ? തക്കാളി നമുക്ക് ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതിയാവും. എല്ലാ സാധനങ്ങളും അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരല്പം, അതായത് ഒരു ചെറിയ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ച് ചേർക്കാനുള്ളതാണ്. നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. കൂടി പോകരുത്, ഒരു പേരിന് വേണ്ടി മാത്രം ചേർത്താൽ മതിയാവും. ഇതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ എരിവിന് അനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരട്ടെ. നമ്മുടെ സവോള ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കും ആവശ്യമുള്ള ഉപ്പ് കണക്കാക്കി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിക്ക് ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിക്ക് വെന്തങ്ങ് ഉടഞ്ഞ് പോകാൻ പാടില്ല. ഒരു 2-3 ആവിയൊന്ന് കയറിയാൽ മാത്രം മതിയാവും. ഇച്ചിരി റോ ടേസ്റ്റ് നമ്മുടെ തക്കാളിക്ക് നിൽക്കണം. എന്നാൽ സവോള നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടുകയും വേണം. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവി കൊള്ളട്ടെ. നമ്മുടെ തക്കാളി വാട്ടിയത് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.